ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നോജിൻ എന്നാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഞാനിട്ട വീഡിയോയുടെ തുടർച്ചയായിട്ടാണ്. മനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ മിക്കത് ഇറക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ഇറക്കുന്നത് പോലും എൻ്റെ മനസ്സ് പറഞ്ഞതിന് പുറത്താണ്. മനസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് തെറ്റായാലും ശരിയായാലും ആ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സ് പറഞ്ഞിട്ടാണ്. ആ മനസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ നമ്മൾ നല്ല രീതിയിൽ ഒരു ചെടി വളർത്തുമ്പോൾ അതിനെ വെട്ടി ഒരുക്കി നല്ല രീതിയിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ആ ചെടി കാണാൻ രസമുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് വേണ്ട വളങ്ങളും വെട്ടിയൊരുക്കി നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ദൈവം കൽപ്പിക്കുന്നതനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റിയൊരു പാകമായിട്ടുള്ളൊരു ചെടി പോലെയാണ് നമ്മുടെ മനസ്സാവുക. അതുകൊണ്ട് എല്ലാവരും സഹനങ്ങളും വേദനകളും ഇതൊക്കെ വെട്ടിയൊരുക്കലാണ്. സഹനം നമുക്ക് വേദനകൾ നൽകിയേക്കാം, പക്ഷെ അവിടെ വെച്ച് നമ്മുടെ ജീവിതം തീരുന്നില്ല. ഒരിക്കലും അങ്ങനെ നിർത്തരുത്. കാരണം ഇതിലും നല്ലൊരു ഭാവി നമുക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. സത്യം പറയല്ലോ, എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ ഈ ഇറക്കുന്ന വീഡിയോ അബദ്ധമാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഞാനത് ദൈവം എന്നോട് പറയുന്നതായിട്ട് കണക്കാക്കി ചിലപ്പോൾ ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിച്ച് എടുക്കുന്നതാണ് ഓരോ തീരുമാനങ്ങൾ നമ്മുടെ മനസ്സ് പറയുന്നത് അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട്, ഞാൻ ആരെയും കാണുന്നില്ല, നിങ്ങളെല്ലാവരും എന്നെ കാണുന്നു. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാനും ബലഹീനനാണ്. പക്ഷെ എന്നിരുന്നാലും ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് എന്നിൽ, ഞാൻ എന്താ പറയുക, എനിക്ക് പറയുന്നൊന്നുമില്ല, പക്ഷെ സത്യമായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് എന്നിൽ ഫീൽ ചെയ്യുന്നത് എനിക്ക് കാണാറുണ്ട്. ഒത്തിരി അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പോകേണ്ട വഴികളിലൂടെ എനിക്ക് മുമ്പേ പോയി എൻ്റെ വഴി ഒരുക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സ് നല്ലൊരു ബലിപീഠം പോലെ ബലിയൊക്കെ വിരിച്ച് നല്ല അവിടെ ബലി നടത്താനുള്ള മനസ്സിലാണ് ബലി നടത്തുന്നത്. അപ്പം ദൈവത്തോട് പറയുക, ദൈവം എൻ്റെ മനസ്സ് നല്ലൊരു ബലിപീഠം പോലെ പണിയാൻ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിങ്ങളെ സഹായിക്കണമേ. ഏത് മതം വരെ ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, യഹൂദരായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചോ എല്ലാവരും ഒരേപോലെയാണ് ജനിക്കുന്നത്. അവർക്ക് പ്രത്യേക മതം ഉണ്ടായിട്ടല്ല അവർ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. പിന്നെ അവരുടെ മാതാപിതാക്കളുടെ മതമാണ് അവർ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വളർന്നു വന്നു കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മതം മാറും. ഇതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ മനസ്സെല്ലാം ശുദ്ധമായിരിക്കും. അതേപോലെ നമുക്ക് എപ്പോഴും കീപ്പപ്പ് ചെയ്യാം. എല്ലാവരെയും സർവേശ്വരൻ പിതാവായ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധമായ സർവേശ്വരൻ അന്വേഷിക്കും. ആമേൻ. ജയ് ഹിന്ദ്. ടാറ്റാ.